പബ്ലിക് ഏജൻ്റാണ്. ഞാൻ ഇന്ന് വന്നത്, ഇപ്പം നമ്മൾ ഏത് സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാലും ഒരൊറ്റ ന്യൂസേ ഉള്ളൂ. നമ്മുടെ മലയാള സിനിമാ നടികളെ അന്നിങ്ങനെ ചെയ്തു, ഇന്നിങ്ങനെ ചെയ്തു, അതാക്കി ഇതാക്കി ഇന്ന് മാത്രമുള്ള. ഏത് ചാനൽ തുറന്നാലും ഏത് സോഷ്യൽ മീഡിയ ആപ്പിൽ പോയാലും ഈ ഒറ്റ ന്യൂസേ ഉള്ളൂ. പക്ഷെ ഇത് മുതലെടുക്കുന്നത് നമ്മളെ മീഡിയ ആണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയെ വിറ്റ് കാശാക്കുന്നൊരു പെട്ട ടൈപ്പാണ് ഇപ്പോഴെന്ന്. പണ്ടല്ല കേട്ടോ, ഇപ്പോഴും. ഇപ്പം എന്ന് പറഞ്ഞാൽ അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി അവരെന്തും ചെയ്യും. പക്ഷെ ഇതിൽ മണ്ടന്മാർ എന്ന് പറയാനാണ്, മണ്ടന്മാരല്ല, മണ്ടവ്യക്തികൾ. കാരണം നമ്മുടെ ഫിലിം നടിമാരാണ്. കാരണം അവർ ഒരു 2 ദിവസം 3 ദിവസം റീച്ചിന് വേണ്ടിയിട്ട്, അവർ 4 ആൾ അറിയാൻ വേണ്ടിയിട്ട് സ്വയം അബദ്ധങ്ങൾ പറയുകയാണ്. കാരണം ഇതുകൊണ്ട് എന്താ വരുന്നത് വെച്ചാൽ, നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ വളരെ ഭീഷണിയാണ്. രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ മറ്റു സംസ്ഥാനക്കാരെന്ത് ചെയ്യുക, നമ്മളെ കേരളത്തിൽ നോക്കി ചിരിക്കുകയാണ്. കാരണം ഇന്നലെ തന്നെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ ഒരു അന്യ സംസ്ഥാനക്കാരൻ പറഞ്ഞു, നിങ്ങളെ മലയാള സിനിമ നടിമാരെല്ലാവരും നമുക്ക് കിട്ടൂലേ? എന്നുവെച്ചാൽ എന്താ? കാരണം ന്യൂസ് അങ്ങനെയാണല്ലോ. സിനിമാ നടികൾ എല്ലാവരും സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വരുമ്പോൾ കൊടുത്തിട്ടാണ് വരുന്നതെന്നുള്ളൊരു സംസാരമായി. കാരണം ഇതുമൂലം നമ്മുടെ കേരളം തന്നെ സംസ്ഥാനത്തെ തന്നെ വളരെ മോശം ചിത്രീകരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് പൊന്നു സഹോദരിമാരോട് ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ തന്നെ സ്വയം നാറ്റിക്കരുത് നമ്മളെ സംസ്ഥാനത്തെ. കാരണം ഇത് മാധ്യമങ്ങൾ നിങ്ങളെ പുഷ് ചെയ്ത് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് നിങ്ങൾക്ക് നല്ലതിന്. നിങ്ങൾക്ക് ഒരു കോപ്പുമില്ല. നിങ്ങൾക്ക് എന്താ കിട്ടുക? ഒരു കുന്തും കിട്ടില്ല. 4 ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ വേശ്യയായി എന്നുള്ളൊരു മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്വയം ഒന്ന് നിർത്തുക. എന്തൊക്കെ ചാപ്റ്ററുകളുണ്ട്, എന്തൊക്കെ സംസാരങ്ങളുണ്ട്, എന്തൊക്കെ വിഷയങ്ങളുണ്ട് ഇവിടെ, അതൊക്കെ ഈ വിഷയം ഒന്ന് മാറ്റണം നിങ്ങൾ. കാരണം ഇത് സ്വയം നമ്മളായിട്ട് തന്നെ നാറുകയാണ്. അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം കണ്ടിട്ട് എനിക്ക് തന്നെ ഒരു ലജ്ജ തോന്നുന്നത്, സത്യം പറയുകയാണെങ്കിൽ. നമ്മുടെ നാട് ഇങ്ങനെ ആയി മാറുകയാണല്ലോ. പക്ഷെ മീഡിയ ഞാൻ ഒരിക്കലും പറയില്ല. മീഡിയ എന്ന് പറഞ്ഞാൽ പരമ ചെറ്റകളാണ് മീഡിയകൾ. അത് നിങ്ങളൊന്ന് ആദ്യം മനസ്സിലാക്കുക. അതുകൊണ്ടാണ് എൻ്റെ പൊന്നു സഹോദരിമാരോടാണ് ഞാൻ പറയുന്നത്, പ്ലീസ് ഇതൊന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ ഫേമസ് ആവാനോ അല്ലാതെ മറ്റു റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടല്ല. കാരണം സ്വയം നാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കേരളം ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നിർത്തണം പ്ലീസ്.